ഒരു നേന്ത്രപ്പഴം കൊണ്ട് 6 പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ഇതാ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇതുപോലെ ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക, ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കലക്കിയ ബാറ്റർ ഇതുപോലെ ഒന്ന് ദോശയാക്കി ചുട്ടെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതങ്ങ് കല്ലിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 അറ്റവും ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കിയെടുത്ത് ഒരു ബോക്സ് രൂപേണ ആക്കിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക, 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക, ഏലക്കാപ്പൊടി, പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന സ്നാക്സിൽ നിന്നും ഓരോന്ന് ഇതുപോലെ എടുത്തൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ദോശത്തവയിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടണം. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മുരിച്ചെടുക്കുക. അങ്ങനെ 6 എണ്ണവും ഞാൻ ദോശത്തവയിലിട്ട് തയ്യാറാക്കി എടുത്തേ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഒന്ന് കഴിച്ചാൽ മതി വയറ് നിറയെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.